ഹലോ വെൽക്കം. അപ്പം ഞാൻ ഇന്ന് വേറെ എവിടെയല്ല പോകുന്നത്, ഞാനൊരു ഇഫ്താർ പാർട്ടിക്ക് പോകണം. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് എല്ലാവരും ഒന്ന് കാണാം. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് അലി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അലിയോട് തന്നെ ചോദിക്കും ഇത് എന്തൊക്കെയാന്ന്. ഇത് അലി, ഞങ്ങൾ അലിക്കാന്ന് വിളിക്കും, അല്ലെങ്കിൽ അലി സാറെന്ന് വിളിക്കും. പരമ്പൊഴി പരമ്പൊഴിയല്ലേ? പഴംപൊരി, നെക്സ്റ്റ് സമൂസ, അതിന്റെ അടിയിൽ കട്ട്ലൈറ്റ്. എന്റെ മോനെ ബബിത്ത്, ബിപിൻ്റെ അനിയൻ. ഇവനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ബിപിൻ സുഖവാസത്തിന് നാട്ടിൽ പോയിരിക്കുക. പക്ഷെ ഇവനെ അങ്ങനെയൊന്നും കാണാൻ കിട്ടൂല. നോമ്പ് തുറക്കുന്ന സമയമായപ്പം സ്നാക്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാ അരിങ്ങെല്ലാം എല്ലാം വെച്ച് അടിപൊളിയാക്കി സെറ്റാക്കി അലി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജോബി, ആലപ്പുഴക്കാരനാ. പിന്നെ ഇവൻ സിനിമ കാണുന്നതിന് മുന്നേ പോയി സിനിമ കാണുവാണെങ്കിൽ അത്രയും നല്ലത്. നല്ല മൊത്തം സ്പോയിലർ ചെയ്യും. ഒന്ന് നോക്ക്, നീ ഒരു ഹായ് എന്നാ മതി, പിന്നെ എടുക്കൂല. ഇത് ഉന്നേസിക്ക, അങ്ങനെ ഇങ്ങനെയൊന്നും ക്യാമറയ്ക്ക് വേണ്ടി വരില്ല. പക്ഷെ വന്നാൽ കുക്കിംഗ് ഒക്കെ കാര്യമായിട്ടും തകൃതിയായിട്ടും നടക്കുന്നുണ്ട്. എല്ലാവരും അതിൻ്റെതായ തിരക്കിലാണ്. പ്രവിത്ത് തന്നെയാണ് ഈ പ്രാവശ്യവും കുക്ക്. ഇത് ഷിജിൻ. ഷിജിൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ഓൺ ഫുൾ മോഡ്. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ ഞങ്ങൾ ആ സ്നാക്സ് എല്ലാം പ്ലേറ്റിലോട്ട് മാറ്റി, പിന്നെ ഫ്രൂട്ട്സ് എല്ലാം സെപ്പറേറ്റ് മാറ്റി. പിന്നെ അലീക്കയുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വരാറുണ്ട്. അവരെല്ലാം കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് കഴിക്കും. അങ്ങനെ ആദ്യത്തെ ആ ഒരു സ്നാക്സും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരുന്ന് ഞങ്ങൾ ആ നോമ്പെല്ലാം തുറന്നു. സ്നാക്സും ഫ്രൂട്ട്സും എല്ലാം കഴിച്ചു. പിന്നെ അലിയക്കയുടെ ഫ്രണ്ട്സ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നിൽക്കുന്നത്. പണ്ട് ഞങ്ങൾ ഓണത്തിനൊന്ന് കൂടിയായിരുന്നു. പിന്നെ ഇവിടുന്ന് പാതി പേരും പല സ്ഥലത്തോട്ട് മാറി മാറി പോയി. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു, നല്ല ആഘോഷമായിരുന്നു. ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് നോക്കി തിരിഞ്ഞ് ഇത് പൃഥ്വിരാജ്. ഞങ്ങളുടെ എന്ത് പരിപാടി വന്നാലും അവിടുത്തെ ആസ്ഥാന കുക്ക് ഇവൻ തന്നെയാണ്. പക്ഷെ അവനെ തന്നെ വിളിക്കുന്നത് പൃഥ്വിരാജ് എന്നാണ്. പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് മറ്റേ കരിക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും ഇത് എന്ത് പരിപാടി വന്നാലും ഞങ്ങളുടെ പ്രവൃത്തിന്റെ ഫുഡാണ് മെയിൻ. അല്ല പ്രവൃത്തി, കഴിഞ്ഞാലും സപ്പോർട്ട് വന്ന പോലെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. എന്റെ യൂട്യൂബ് ചാനലും ഇപ്പോ ഞാൻ നെയ്ച്ചോറായിരിക്കാണ്. നെയ്ച്ചോറല്ല, ചിക്കൻ കറി. നെയ്ച്ചോറും ചിക്കൻ കറി ആയിരിക്കാണ്. വാന്ന് പറയണം. വറുത്തരച്ച ചിക്കൻ കറി, കണ്ണൂർ സ്പെഷ്യൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വളരെ ഭംഗി, കളർ തന്നെ വ്യത്യാസം. കുറച്ച് മഞ്ഞ കളർ, നല്ല സ്പൈസി ആണല്ലേ. ദം ബിരിയാണിയാണ് നമ്മൾ. തുറന്നപ്പോ തന്നെ ആ സ്മെല്ല് മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്. ഇനി കഴിച്ചിട്ട് അഭിപ്രായം. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കളി ഏകദേശം തുടങ്ങിയായിരുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ്, ഇന്ത്യ തകർത്ത ബാറ്റിംഗ്. സഞ്ജു ഒരു രക്ഷയില്ല, കിടില ബാറ്റിംഗ്. സത്യം പറഞ്ഞാൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടിയാണ് ഇവന്മാരെല്ലാം നിൽക്കുന്നത്. ആവേശം എന്ന് പറഞ്ഞാൽ കട്ട ആവേശം. സഞ്ജുവിന്റെ ഒരു പക്കാ തിരിച്ചു വരവ് തന്നെ. ബോളി ബോളി കളിയെല്ലാം കണ്ട് ഞങ്ങൾ അപ്പുറത്തെ റൂമിലെത്തി. അപ്പോഴത്തേക്ക് നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും, പിന്നെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും. ഒന്നും പറയാനില്ല, കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. പ്രവിത്തുണ്ടാക്കിയ ആ ചിക്കൻ കറി ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു.
എടാ ഫുഡ് എങ്ങനെ ഉണ്ടാ ശീതനെ ഫുഡ് എങ്ങനെ ഉണ്ട്? ഫുഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഫുഡ്. ആ ഫുഡ് കഴിക്കാത്തവർക്ക് ആദ്യം കേട്ടവരാണ്. ആ ഫുഡ് കഴിക്കാൻ ഭാഗ്യം നമുക്കെല്ലാം ഉണ്ടായി. അത്രേ ഉള്ളൂ. നിന്നോട് കേൾക്കണ്ടത് ഫുഡ് എങ്ങനെയുണ്ട്? ഇത് സൗഫീദ് ക്യാമറയ്ക്ക് വേണ്ടി കുറച്ച് മസിൽ കൊടുത്തുവാണേലും ക്യാമറയ്ക്ക് ബാക്കിൽ മസിൽ കൊടുത്തവേ ഇല്ല. ഇന്നത്തെ ഇഫ്താർ പരിപാടിയൊക്കെ കഴിഞ്ഞ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഓക്കെ, അപ്പൊ ബൈ 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 ഫ്രം Girls with their nails done.